ഹായ് ഹലോ ഇവർ വിവാഹിതരായാൽ സീരിയലിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് അജയ്ക്കും ഭൂമിക്കും വിവാഹം കഴിക്കേണ്ടി വരാണ്. വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയ അജയെയും ഭൂമിയെയും സത്യദാസ് തന്നെ ദേഷ്യപ്പെടുന്നുണ്ട് ഭൂമിയോടുക്ക് നേരെ. എടി, നിന്നെ ഞാൻ ഇങ്ങനെയൊന്നല്ല കരുതിയത്. എൻ്റെ മകളെ പോലെ നിന്നെ കണ്ടതും ഞാൻ സ്നേഹിച്ചതും എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ മകളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ നിന്നിൽ നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ അഞ്ജനയുടെയും അജയുടെയും വിവാഹ നിശ്ചയത്തിൻ്റെ അന്നാണ്, വിവാഹ ചടങ്ങിൻ്റെയൊക്കെ അന്നാണ് കേട്ടോ ഭൂമിയുടെ കഴുത്തിൽ താലി കെട്ടി ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഇതെല്ലാം സൗഭാഗ്യപുരത്തെ എല്ലാവരും നെട്ടലോടെയും ഷോക്കോടെയാണ് കാണുന്നത്. അങ്ങനെ സത്യദാസ് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുന്നുണ്ട്, ഇനി മുതൽ എൻ്റെ മകൾ ദേ ഈ നിൽക്കുന്ന അഞ്ജനയാണ്, എൻ്റെ എല്ലാ സ്വത്തിനും അവകാശി ഇനി അവൾ തന്നെ എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് സൗഭാഗ്യപുരത്ത് നിന്ന് അയാൾ സ്വന്തം വീട്ടിലേക്ക് പോകുന്നുണ്ട്. മോളെ അഞ്ജനെ, നീ വിഷമിക്കണ്ട, അവനേക്കാൾ നല്ലൊരു ഭർത്താവിനെ ഞാൻ നിനക്ക് നേടിത്തരും എന്ന് വാക്കും കൊടുത്തോണ്ടാണ് കൊണ്ടുപോകുന്നത്. എനിക്ക് അവനേക്കാൾ നല്ലവനെ വേണ്ടൊന്നും വല്യച്ഛ, അവനെ തന്നെ വേണം. അതെ, അവരുടെ വിവാഹത്തിനും ജീവിതത്തിനും അധികം ആയുസൊന്നും ഉണ്ടാവില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് സത്യദാസ് അവളെയും കൂട്ടി പോവാണ്. താൻ അച്ഛനെ പോലെ സ്നേഹിച്ച അദ്ദേഹം തന്നെ വെറുപ്പോടെയും ദേഷ്യത്തോടെയും നോക്കുന്ന ഭൂമിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. എന്നാൽ സംഗീത രണ്ട് മകനെയും മരുമകളെയും നിലവിളക്കെടുത്ത് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവർക്കും ഒരു പരിഭവം ദേഷ്യവും ഒക്കെ അജിയോട് തോന്നാനട്ടോ. അങ്ങനെ പോകെ എല്ലാവരുടെ മനസ്സിലും ഭൂമി ഇടം നേടുന്നുണ്ട്. ഒരു കോൺട്രാക്ടർ മാരേജ് ആണെങ്കിലും ആ വീട്ടിലെ ഒരു സാധാരണ മരുമകളെ പോലെയാണ് ഭൂമിക്ക് പെരുമാറാൻ കഴിയുന്നത്. അങ്ങനെ ഭൂമിയെ എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങാണ്. അതിരാവിലെ എണീക്കുന്നു, പൂജാ റൂമിൽ വിളക്ക് വെക്കുന്നു. ഒരു ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അജിയോട് മാത്രം ബെഡ്റൂമിൽ അവർ രണ്ടുപേരും ശത്രുക്കളെ പോലെയാട്ടോ. വളരെ രസകരമായിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ പല കേസന്വേഷണങ്ങൾക്കൊക്കെ ആയിട്ട് അജയെ വല്ലാതെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഭൂമിയാണ്. അത് തന്നെ അവൾക്ക് നല്ലൊരു കരിയർ ഉണ്ടെന്ന കാര്യം മനസ്സിലാവണം. ഇവളെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തണം. അവൾക്ക് നല്ല പോലീസിൻ്റെ കാര്യത്തിൽ നല്ല ബുദ്ധിയുണ്ട്. അവൾക്ക് ഒരു IPS എനിക്ക് കുറഞ്ഞതൊരു IPS എങ്കിലും കിട്ടും. അത്രയും ബുദ്ധിമതിയായ കുട്ടിയാണ് ഭൂമിയെന്ന് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അജയ്. അങ്ങനെ ഒരു കേസ് അന്വേഷണത്തിനായിട്ട് ഭാഗമായിട്ട് അജയ്ക്ക് ഇവിടെ അച്യുതനൊക്കെ താമസിച്ചിരുന്ന ആദ്യത്തെ പഴയ നാട്ടിലേക്ക് പോവേണ്ടി വരികയാണ്. അങ്ങനെ അച്യുതനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം തന്നെയായിരുന്നു. അയാൾ ഇങ്ങനെ കൊല്ലപ്പെട്ടല്ലോ, ആ ഒരു സമയത്ത് തന്നെ അച്യുതനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ ചെറിയ സൂചനകൾ കിട്ടുകയാണ്. അവർക്കിതുവരെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവർക്കൊരു കുഞ്ഞ് ഉണ്ടായി. അവരുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് 3 വയസ്സിന് ശേഷമാണ് അവളെ ഞങ്ങളെല്ലാവരും കാണുന്നതെന്നൊക്കെ ബന്ധുക്കൾ പറയുന്നുണ്ട്. ആ സമയം അജയ്ക്ക് എന്തോ പന്തികേട് തോന്നാണ്. 3 വയസ്സിന് ശേഷം ഒരു കുഞ്ഞ് ജനിക്ക്, എന്തായത്? നിങ്ങൾ ചെറുപ്പത്തിൽ അവർ ഈ നാട്ടിലുണ്ടായിരിക്കില്ല. ഞങ്ങളുണ്ടായിരുന്നു സാറേ, പക്ഷെ ആ കുഞ്ഞിനെ ഞങ്ങൾ കണ്ടത് 3 വയസ്സിന് ശേഷമാണ്. അതിനു മുമ്പേ ഞങ്ങൾ ആ കുഞ്ഞിനെ കണ്ടിട്ടില്ല. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന് ഡോക്ടർ വരെ പറഞ്ഞതാ. അതിനുശേഷം അവർ നാട് വിട്ടു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതോടുകൂടെ അജയ്ക്ക് ഭൂമിയുടെ കാര്യത്തിൽ വലിയ സംശയമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭൂമിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം. അവളുടെ അമ്മ ഇപ്പോൾ ജയിലിലാണ്. ജയിലിൽ പോയി കണ്ടാലും പലതും ഒന്നും വിട്ട് പറയുന്നില്ല ആദ്യമൊന്നും. അങ്ങനെ അതിനു മുമ്പേ എന്തെങ്കിലുമൊക്കെ തെളിവ് കിട്ടണം. ഭൂമിയൊക്കെ വല്ലതും അറിയോ എന്നറിയാനായിട്ട് തന്നെ അജയ് റൂമിലേക്ക് വരുന്ന സമയത്ത് അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എത്ര വർഷം മുമ്പാ ഇങ്ങോട്ട് വന്നത്? അതെന്താ ഇപ്പം അങ്ങനെ ചോദിക്കുന്നത്? അങ്ങനെ ഭൂമി തൻ്റെ ചെറുപ്പകാലം തൊട്ടൊക്കെ പറയുന്നുണ്ട്. ഭൂമിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന കാര്യം മനസ്സിലാവാണ് കേട്ടോ. ഒരുപക്ഷെ ഭൂമിയെ അച്യുതന് എവിടുന്നോ കിട്ടിയതാണ്. അത് എന്തായിരിക്കും സത്യം? അങ്ങനെ അജയ് അന്വേഷണത്തിനായിട്ട് പോവാണ് കേട്ടോ. ആ സമയത്താണ് സത്യദാസ് ഇങ്ങനെ അജയുടെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ മോള് അഭിരാമിയെക്കുറിച്ച് യാതൊരു അറിവുമില്ലല്ലോ. പിന്നെ അമ്മാവ, ചെറുപ്പത്തിലെ ഫോട്ടോയല്ലേ, ഈ വലുതായതിനു ശേഷമുള്ള ഫോട്ടോ ഒന്നും നമ്മുടെ കയ്യില്ല. ചിലപ്പോൾ അഭിരാമയ്ക്ക് തൻ്റെ കുഞ്ഞുനാളിലെ ഫോട്ടോ ഓർമ്മയുണ്ടായിരിക്കില്ല. അതെല്ലാം മറന്നുപോയി കാണും. അവൾ എവിടെയാണെങ്കിലും എനിക്ക് കണ്ടെത്തണം. ആ മാലയല്ലാതെ മറ്റെന്ത് അടയാളമാണ് അഭിരാമിക്കുള്ളത്? ഒരു പക്ഷേ അതവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ? മറ്റൊരു അടയാളം എന്ന് പറയാൻ അവളുടെ ഇടത് തോളിലായിട്ട് ഒരു കറുത്ത മറുകുണ്ട്. അതാ പിന്നീടുള്ള അടയാളം. അതൊരിക്കലും മാഞ്ഞു പോവില്ല. അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചറിയാനും പറ്റും. ഇതെല്ലാം വെച്ചിട്ട് നമുക്കൊന്നും കൂടെ പരസ്യം ചെയ്യാം. അമ്മാവൻ വിഷമിക്കേണ്ട. ഭൂമിയോട് അമ്മാവന് ദേഷ്യമാണെന്ന് എനിക്കറിയാം. അവളും ഇതിനൊരുപാട് ശ്രമിക്കുന്നുണ്ട്. അവളുടെ കാര്യം എന്നോട് പറയണ്ട.
കുടുംബത്തെ മൊത്തം ചതിക്കാൻ കൂട്ടുനിന്നവളല്ലേ. അവളെ ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയത്. നീയും അവളും കൂടെ ചേർന്ന് എന്തിനാ അമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ കൊടുക്കുന്നത്? ഭവാനിക്ക് എന്നോട് എന്തൊരു ദേഷ്യമാണെന്നറിയോ? ആ ഒരു ദേഷ്യത്തിന് പോലും പരിഹാരമായിട്ടാ നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നിശ്ചയിച്ചത്. അത് അഞ്ജനെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞതല്ലേ. എൻ്റെ കാര്യം അറിയാലോ. നീ നേനെ മറന്നിട്ടാണോ ഭൂമി ഇപ്പോൾ വിവാഹം കഴിച്ച്? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ കോൺട്രാക്ട് മാരേജ് ആണെന്ന് സത്യനെ അറിയിക്കുന്നില്ല കേട്ടോ. ആ ഒരു സമയത്ത് ഭൂമി നല്ല കുട്ടിയാണ്, അവൾ നമ്മുടെ കുടുംബത്തിൽ വന്നു ചേരേണ്ടവളാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ അമ്മാവൻ എന്നോട് ക്ഷമിക്കണം. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സത്യൻ അങ്ങ് പോവാണ് കേട്ടോ. ആ സമയത്ത് തന്നെ പിറ്റേ ദിവസം അജയുടെ മനസ്സ് ഫുള്ള് ചിന്ത ഇതായിട്ടോ, ഭൂമിയെക്കുറിച്ചുള്ള ഒരു അന്വേഷണം കേട്ടോ. ഭൂമി പിന്നെ ആരുടെ മകളാണ്? അവളെ കാണുമ്പോൾ തന്നെ തനിക്ക് തൻ്റെ കുഞ്ഞുനാൾ നഷ്ടപ്പെട്ട തൻ്റെ മുറപ്പെണ്ണായിട്ടുള്ള അഭിരാമിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മയാണ് ആ സമയത്തൊക്കെ അജയുടെ മനസ്സിലോട്ട് വരുന്നത്. അവൾ അതേപോലെയുള്ള ആറ്റിറ്റ്യൂഡും കാറ്റക്കൂട്ടലും ഒക്കെയാണ്. വലുതാവുമ്പോൾ അവളെപ്പോലെ ആയിരിക്കുമെന്ന് പലവട്ടം തോന്നിയിട്ടുണ്ട്. ഇനിയൊരു പക്ഷേ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ വരാൻ ഒരു വഴിയില്ല. എങ്ങനെ അച്യുതൻ്റെ കയ്യിൽ അഭിരാമി എത്തുന്നു? അതിനൊന്നും ഒരു ചാൻസും ഇല്ല എന്നൊക്കെ ചിന്തിക്കാണ്. അങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു സമയത്ത് അവർ താമസിച്ചിരുന്ന ആ വീട്ടിലേക്ക് അജയ് പോകുന്നുണ്ട്. അവിടെ ആകമാനം ഒന്ന് നോക്കാട്ടോ, പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെയാണ് അലമാരക്കുള്ളിലായിട്ട് ആ ബോക്സിലായിട്ട് ഒരു കുഞ്ഞുടുപ്പും അഭിരാമിയാണെന്ന് തെളിയിക്കേണ്ട ആ ഒരു മാലയും കാണുന്നത്. അത് കണ്ടതോടുകൂടെ സംശയമെല്ലാം തീരുന്നുണ്ട് കേട്ടോ അജയുടെ. അപ്പോൾ ഇത് തന്നെ ഇനി അവളുടെ അമ്മ സമ്മതിച്ചാൽ മാത്രം മതി ഇതിനെക്കുറിച്ച് എന്നെല്ലാം ആലോചിച്ച് അവളുടെ അമ്മയെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരൊന്നും വിട്ട് പറയുന്നില്ല. തെങ്ങളെ മകളെ നഷ്ടപ്പെടുന്നോർത്ത് അവർക്ക് അത്രയും വേദനയും വിഷമവും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ വേണ്ട, നിങ്ങൾ പറയണ്ട, ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് അജയ് പറയുന്നുണ്ട്. ഒടുവിൽ അവളുടെ അമ്മ സമ്മതിക്കുന്നുണ്ടെങ്കിലും അജയ്ക്ക് ആ ഒരു തെളിവ് കിട്ടാൻ അതിരാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തായിരിക്കും കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അന്ന് പതിവിലും നേരത്തെ അജയ് എണീക്കുന്നുണ്ട്. എണീച്ച് ഒരു കോഫിയും കുടിച്ച് ജോഗിങ് എല്ലാം കഴിഞ്ഞിട്ട് റൂമിലേക്ക് കയറി വരുമ്പോൾ കാണുന്നത് മുടി ഇങ്ങനെ തല തോർത്തിക്കൊണ്ട് നിൽക്കുന്ന ഭൂമിയാട്ടോ. കണ്ണാടിയിൽ നോക്കി പുറം തിരിഞ്ഞാണ് അവൾ നിൽക്കുന്നത്. കണ്ണാടിയിൽ അവളുടെ പ്രതിബിംബം കാണാം. അവളുടെ ആ ഒരു ഹാഫ് സാരിയൊക്കെ എടുത്ത് കണ്ണാടിയിൽ നോക്കി നിൽക്കുന്ന ഭൂമിയെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. ഇമ വെട്ടാതെ അവനിങ്ങനെ പുറകിൽ നിന്ന് നോക്കുന്നുണ്ടാവും. പെട്ടെന്നാണ് ഇടിമിന്നൽ പോലെ അവൻ്റെ മനസ്സിൽ ആ കണ്ണുകളിൽ ആ കാഴ്ച പതിയുന്നത്. എടുത്ത് തോളിലായിട്ട് ആ ഒരു മറുക് കണ്ടതും ആ വല്യച്ഛൻ അമ്മാവൻ പറഞ്ഞ കാര്യം, സത്യദാസ് പറഞ്ഞ കാര്യം അവൻ്റെ മനസ്സിലോട്ട് വരാട്ടോ. അപ്പോൾ ഇത് തന്നെ ഭൂമി തന്നെ, അത് ഉറപ്പിച്ചു. ആ ഒരു തെളിവ് കിട്ടിയതും അവളുടെ അമ്മ സമ്മതിച്ചൊക്കെ ശരി തന്നെ. പക്ഷേ അമ്മാവൻ പറഞ്ഞ ആ തെളിവും കൂടെ ആയപ്പോൾ തന്നെ അവനക്ക് വലിയ സന്തോഷമാണ്. അവൻ അടുത്തേക്ക് വരുന്ന സമയത്ത് ഭൂമി പെട്ടെന്ന് തിരിയാട്ടോ. എന്താ സാർ, എന്തിങ്ങനെ? കരാറിൽ അറിയാലോ ദേഹോപദ്രവം ഒന്നും പാടില്ലെന്ന്. എന്നാൽ അജിയാണെങ്കിലോ ഈ മറുകിലേക്ക് നോക്കിക്കൊണ്ടാണ് വരുന്നത്. ഈ സമയം തന്നെ ഭൂമി പേടിച്ച് പുറകിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഭൂമി അജയും തൊട്ടില്ല എന്ന മട്ടിൽ നിൽക്കാട്ടോ. രണ്ടുപേരുടെയും കണ്ണുകളിലേക്ക് പരസ്പരം ഇടുങ്ങുന്നുണ്ട്. രണ്ടുപേരും കണ്ണിൽ നോക്കി അവൻക്ക് അവളോട് വല്ലാത്തൊരു പ്രണയം തോന്നാട്ടോ. തൻ്റെ പഴയ കാമുകിയെ പോലും മറന്നു പോവാണ് ഭൂമിയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ. ഒരുപാട് സങ്കടങ്ങളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു അവസ്ഥ. അങ്ങനെ ഭൂമിക്കരികിലേക്ക് എന്താ സാർ, കരാർ പറഞ്ഞതൊക്കെ മറന്നോ എന്ന് പറഞ്ഞ് അജിയെ തള്ളി മാറ്റിക്കൊണ്ട് ഭൂമി താഴേക്ക് പോവാണ്. നേരെ ഫോണെടുത്ത് സത്യദാസിനെ വിളിക്കുന്നുണ്ട്. അമ്മാവൻ്റെ മകളെ ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയാണ്. എന്താ മോനെ നീ പറഞ്ഞത്, എൻ്റെ മകളെ കണ്ടുപിടിച്ചെന്നോ? അതെ, നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ടവൾ, നമ്മൾ ആരും തിരിച്ചറിഞ്ഞില്ലല്ലോ. അങ്ങനെ സത്യദാസും അജയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അജയും സത്യദാസും മറ്റൊരിടത്ത് പോയി സംസാരിക്കാണ്. താൻ അറിഞ്ഞതും കേട്ടതും എല്ലാം സത്യദാസിനെ അറിയിക്കുന്നുണ്ട്. സത്യദാസ് നിഷേധത്തിൽ തലാട്ട. ഇല്ല, ഇതിലെവിടെയോ ഒരു ചതി ഒളിപ്പുണ്ട്. ഇല്ല അമ്മാവ, ഒരിക്കലും ഇല്ല. എൻ്റെ റോൾ മോഡല, ഞാൻ കള്ളമല്ല, ഭൂമിയാണ് അമ്മാവൻ്റെ മകൾ. എല്ലാ തെളിവുകളും അവളുടെ പക്കൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അവളെ അമ്മയും സാക്ഷിയാണ്. അങ്ങനെ അമ്മയും ഇതെല്ലാം തുറന്ന് പറയാണ്. മരിക്കാൻ സമയം പോലും ഭൂമിയുടെ അച്ഛൻ്റെ പേര് ഞങ്ങളോട് അച്യുതൻ പറഞ്ഞിട്ടില്ല. എന്നാൽ അറിയാമായിരുന്നു ഭൂമി ആരുടെ മകളാണെന്ന്. ഈ അടുത്തായിട്ട് അദ്ദേഹം മനസ്സിലാക്കി. ഒരുപാട് വിഷമത്തിലാണ് അദ്ദേഹം ആ ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ജീവൻ അങ്ങനെ പോയതെന്നൊക്കെ പറഞ്ഞ് വളരെ സങ്കടപ്പെട്ട് പൊട്ടിക്കരയാട്ടോ. അങ്ങനെ ഭൂമി തൻ്റെ മുറപ്പെണ്ണാണെന്ന് അജയ് മനസ്സിലാക്കുന്ന ആ ഒരു അടിപൊളി മുഹൂർത്തത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.